ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പളാനി അപ്പഞ്ഞുട്ടി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പോൾ വീണ്ടും മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. അപ്പോൾ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ബജരംഗദൾ ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടന്നാക്രമമാണ്. ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങിപ്പോയി പരിഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ നേരെ പറഞ്ഞാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.